നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ വായിൽ നിന്നും കഴിഞ്ഞ ദിവസം വളരെ വൈകാരികമായി നമ്മുടെ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ മണിക്കൂറിൽ ഒരു പ്രതികരണം വന്നിരുന്നു. ആ പ്രതികരണം എപ്രകാരമായിരുന്നു എന്നത് നമ്മൾ മലയാളികൾ എല്ലാവരും വളരെ വ്യക്തമായും തത്സമയം കണ്ടതുമാണ്. ചെകിടത്തടി കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ ഇപ്പോഴിതാ മന്ത്രി ആ കാര്യം മാറ്റി പറഞ്ഞിരിക്കുകയാണ്. ചെകിടത്ത് നോക്കി അടി കൊടുക്കണമെന്ന് പറഞ്ഞത് കേരളത്തിലെ മലയാളികൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ബൈറ്റിന് താഴെ വന്ന കമന്റുകളാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോഴിതാ മലക്കം മറിഞ്ഞിരിക്കുകയാണ് മന്ത്രി ഈ വിഷയത്തിൽ. വഴിക്കടവ് പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് അനന്തു മരിച്ച സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന എന്ന ആക്ഷേപത്തിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ. പന്നിക്കെണി മരണത്തിന് പിന്നിൽ ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ടില്ല, പ്രതിഷേധത്തിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് പറഞ്ഞത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. തന്റെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു എന്നാണ് ശശീന്ദ്രൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആരും അക്കാര്യം പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്താണോ പറഞ്ഞത് അതേ ദൃശ്യങ്ങളും അതേ വോയിസുകളുമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. ഗൂഢാലോചനയുണ്ട് എന്ന എ.കെ. ശശീന്ദ്രന്റെ പ്രസ്താവന ഏറെ വിവാദമായിരുന്നു. തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാൻ UDF മന്ത്രിയെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് മന്ത്രി നിലപാട് മാറ്റിയത്. ഇനി നമുക്ക് ആദ്യം മന്ത്രിയുടെ ഇന്നലത്തെ നിലപാട് എന്താണ് എന്നൊന്ന് കേൾക്കാം, ശേഷം ഇന്നത്തെയും. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം പരിസരവാസികളായ ആളുകൾ പോയത് രാവിലെ അവിടെ അത്തരം ഒരു ഫെൻസിങ് ഇല്ലായിരുന്നു എന്നാണ്. വൈകുന്നേരമാകുമ്പോഴേക്കാണ് അവിടെ കിട്ടിയത്. മറ്റൊരു ഒരു സുഹൃത്ത് അവിടെ നിന്ന് പറയുന്നത് വീട്ടുകാരൻ അറിയില്ല, ഉടമസ്ഥൻ അറിയില്ല. അപ്പോൾ ഇതാര് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ആ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായ പരിശോധനയിൽ ഉൾക്കൊള്ളിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവിടെ പ്രവർത്തിക്കും. ഈ അവസരം ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ ഇതിലൊരു സംശയം, ഈ സംഭവത്തെക്കുറിച്ച് സംശയം ഉണ്ടെന്നാണോ വനമന്ത്രി പറയുന്നത്? അതെ, വീട്ടുകാരൻ അറിയില്ല എന്ന് പറയുന്നു, വൈദ്യുതി വകുപ്പ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, കണക്ഷന് വേണ്ടി അവർ അപേക്ഷിച്ചില്ല എന്ന് പറയുന്നു. വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വന്യജീവികളെ പിടികൂടാൻ വൈദ്യുതി തുടങ്ങിയ ആവശ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന കേന്ദ്ര നിയമം തന്നെ നിലവിലുണ്ട്. ആ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് അറിയാത്തവരല്ല ഇത് ചെയ്തിട്ടുള്ളതെന്ന ഒരു ധാരണയാണ് ഇപ്പോൾ ആ പ്രദേശത്തുള്ള വ്യാപകമായ ചർച്ച. അപ്പോൾ തീർച്ചയായും ഗവൺമെൻറ് അത് പരിശോധിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ആരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് സംശയിക്കുന്നത്? അല്ല, തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ. ആ ഗുണഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതാണോ? ഒരു വിഷയദാരിദ്ര്യം ഇപ്പോൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ പ്രതിപക്ഷവും അത് BJPയും പ്രതിപക്ഷവും അനുഭവിക്കുന്നുണ്ട്. അതിന് ഇതേവരെ തണുത്ത് ഉറഞ്ഞു പോയ പ്രചരണത്തെ ഒന്ന് കൊഴുപ്പിക്കാനുള്ള ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ ഇങ്ങനെയൊരു സംഭവം ബോധപൂർവം ഉണ്ടാക്കിയെടുത്താൽ സാധിക്കുമല്ലോ. പാവപ്പെട്ട കർഷക ജനതയുടെ വികാരങ്ങളെ തട്ടിയുണർത്താൻ കഴിയുമല്ലോ. ആ വികാരം ഗവൺമെൻറ്റിനെതിരായി മാറ്റാൻ കഴിയുമല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ടാകാമെന്ന് ചിന്തിക്കുന്നതിൽ യുക്തിയില്ല എന്ന് പറയാൻ സാധിക്കില്ല. LDFയിൽ ചർച്ച ഇങ്ങനെയൊന്നും നടക്കുന്നില്ല. LDF ചർച്ച നമ്മളെല്ലാം ഞങ്ങളും കൂടുന്നതല്ലേ LDF, ഞാനും കൂടുന്നതല്ലേ LDFയിൽ അതിനെപ്പറ്റി ഒരു ചർച്ചയില്ല. LDFിൻ്റെ കൺവീനർ TP രാമകൃഷ്ണനും CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും വിജയരാഘവൻ PB മെമ്പറും എല്ലാം ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണമെല്ലാം സമാനമായ പ്രതികരണങ്ങളാണ്. അതിനപ്പുറത്ത് പുതുതായിട്ട് ഇന്ന് രാവിലെയോ ഇന്നലെ രാത്രിയോ പുതിയതൊന്നും സംഭവിച്ചിട്ടില്ല. ഏതിൻ്റെ പേരിൽ? അതെ, ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു ഗൂഢാലോചന നടത്തിയില്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. പക്ഷേ അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഏഷ്യാനെറ്റ് രാത്രി 12 മണിക്ക് വന്നപ്പോൾ പറഞ്ഞ് ഇത് പെട്ടെന്ന് നടന്നതിൻ്റെ പിന്നിൽ ഇതിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ്. ഈ ഒരു സംഭവത്തെ തെരഞ്ഞെടുപ്പിനെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്നു എന്നാണ് നിങ്ങൾ എല്ലാ ക്ലിപ്പിങ്സും ചോദിച്ചത്. ഞാൻ രാവിലെ പത്രക്കാരെ ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ ആരോപണം ഉന്നയിക്കുകയല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഇതായിപ്പം ഗൂഢാലോചന എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു ശ്രമത്തിൽ മാധ്യമങ്ങൾ ദയവായി പങ്കെടുക്കരുത്. ഈ അപകടത്തിൽ അത് അത്ര പെട്ടെന്ന് നടന്നല്ലോ ഞാനൊന്നും പറഞ്ഞില്ല. അത്ര പെട്ടെന്ന് മലപ്പുറത്ത് വരെ പരിപാടി നടന്ന നിലമ്പൂരിൽ പരിപാടി നടക്കും മുമ്പേ
പ്രതിഷേധം നടക്കും മുമ്പേ മലപ്പുറത്ത് പ്രതിഷേധം നടക്കുമ്പോൾ ഇവർ എന്ന് പറഞ്ഞാൽ കിട്ടിയ അവസരം മുതലാക്കാനുള്ള എല്ലാ ഏർപ്പാടും അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് ശരിയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചവരെല്ലാം തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കുട്ടി മരിച്ചതിൽ ഈ കുട്ടി അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്തിനാണ് പറഞ്ഞത്, മനഃപൂർവ്വമല്ലാത്ത കൊലപാതകത്തിന് കേസ് എടുത്തിട്ടുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ എങ്ങനെ അതിലെങ്ങനെ ഒരു ക്ലിപ്പിംഗ് എടുത്ത് വയ്ക്കുകയോ ഇന്നലെ രാത്രി മഞ്ഞാന്ന് രാത്രി വിനിയോഗിക്കാൻ ഉപയോഗിച്ചു എന്നും നിങ്ങൾ ഏതോ ചാനൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ചാനലിൽ കണ്ടിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ഏതോ ഒരു ചാനലിൽ പ്രദേശവാസികൾ ഇത് നേരത്തെ അവിടെ ഫെൻസിങ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ കൊടുത്തല്ലോ. അത് ഞാൻ റിപ്പീറ്റ് ചെയ്തതല്ലേ. അതിലെങ്ങനെ ഞാൻ ഈ മരണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, അത് ട്വിസ്റ്റ് ചെയ്തതാണ്. ഇത്തരമൊരു മരണം രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചല്ലോ. അല്ലെങ്കിൽ എങ്ങനെ ഇത് സർക്കാർ സ്പോൺസേഡ് മർഡറാണെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്താണ്? അതെങ്ങനെയാണ്, ആ വിവരം എങ്ങനെയാണ് ഈ പറഞ്ഞവർക്ക് കിട്ടിയത്? അരമണിക്കൂറിന് മുമ്പ് 8:00 9 മണിക്കോ സംഭവം ഉണ്ടായിട്ട് അരമണിക്കൂറിനകം അവരെന്താ പറഞ്ഞത്, ഇത് ഗവൺമെൻറ് സ്പോൺസേഡ് മർഡറാന്ന് പറഞ്ഞാൽ സർക്കാർ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരാളെ കൊല്ലാൻ. അങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഉത്കണ്ഠയില്ലല്ലോ. ഇതാണ് കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ വായിൽ നിന്നും വന്നിരിക്കുന്ന വാക്കുകൾ. 10ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അന്ന് അവധിയായിരുന്നാൽ ട്യൂഷന് പോകേണ്ടിയിരുന്ന സമയമായിരുന്നു. പക്ഷെ അന്ന് അവധിയായിരുന്നാൽ അവൻ ട്യൂഷന് പോയില്ല. പകരം കൂട്ടുകാരും ഒന്നിച്ച് തോട്ടിൽ മീൻ പിടിക്കാനായി ഇറങ്ങി. തോട്ടിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോൾ തോട്ടിൽ കണ്ട ആ കയറ് അവന്റെ ജീവൻ പോലും, ആ കമ്പി അവന്റെ ജീവൻ പോലും എടുക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരുന്നത്. ആ ഒരു വിഷയത്തിലാണ് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം മന്ത്രി ഇത്തരമൊരു കാര്യം പറയുകയും പൊടുന്നനെ തന്നെ യൂട്ടേൺ അടിക്കുകയും ചെയ്തിരിക്കുന്നത്. മയക്കുവെടിയേറ്റ പോലെയാണ് വനം മന്ത്രിയുടെ ഇരിപ്പെന്നും ഒരു മന്ത്രിയും ഇങ്ങനെ തരം താഴരുത് എന്നുമാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ കുടുങ്ങി വിദ്യാർത്ഥി ഷോക്കേറ്റ് സംഭവത്തിൽ ഗൂഢാലോചന ആരോപിച്ചുള്ള മന്ത്രിയുടെ പ്രസ്താവനയിലാണ് കെ മുരളീധരന്റെ രൂക്ഷ വിമർശനം വരുന്നത്. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ വാഹന പര്യടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ മുരളീധരൻ. വന്യജീവി ആക്രമണങ്ങളിലടക്കം മന്ത്രി പ്രഖ്യാപിക്കുന്ന നഷ്ടപരിഹാരം പോലും പലർക്കും പൂർണ്ണമായി കിട്ടിയിട്ടില്ല. മനുഷ്യനെ കൊല്ലാൻ വേണ്ടി വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് വനം വകുപ്പെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് നുണ പറഞ്ഞ് ഇറങ്ങുകയാണ് ഇടതുപക്ഷം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പെൻഷൻ എന്ന് പറഞ്ഞായിരുന്നല്ലോ കുടിശ്ശിക വിതരണം ചെയ്തത്. ഇത് പിണറായി സഖാവ് തന്നെയാണെന്ന് പറഞ്ഞായിരുന്നു സഹകരണ വകുപ്പിലെ താൽക്കാലിക ജീവനക്കാർക്ക് തുക നൽകിയത്. ഇത് KC വേണുഗോപാൽ പറഞ്ഞപ്പോഴാണ് നുണ പ്രചാരണവുമായി CPM ഇറങ്ങിയതെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. ദേശീയപാതയുടെ തകർച്ചയിൽ മോദിയും പിണറായിയും കൂട്ടുപ്രതികളാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പ് വരുത്താതെ ദേശീയപാത ഉദ്ഘാടനം ചെയ്യാൻ അനുവദിക്കില്ല. 100% സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്താതെ ദേശീയപാത ഉദ്ഘാടനം ചെയ്യരുത് എന്നും കെ മുരളീധരൻ തുറന്നടിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ വെടിമരുന്ന് അല്ലെങ്കിൽ വെടിക്കുറ്റി കൊണ്ട പോലെയാണോ ഈ മന്ത്രി നിൽക്കുന്നത് എന്ന കാര്യമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഉറക്കത്തിലായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോഴാണ് ഇത്തരത്തിൽ വിവാദം കത്തിപ്പടർന്നതെന്നും എന്തിനേറെ പറയുന്നു പാർട്ടിയിലെ മുഖ്യമന്ത്രി പോലും ഒപ്പം നിൽക്കില്ല എന്ന് മനസ്സിലായതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഈ യൂട്ടേൺ അടി എന്നത് വ്യക്തമായി മനസ്സിലാകും. മാത്രമല്ല ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഇത് M സ്വരാജിന്റെ വിജയത്തെ പോലും ബാധിക്കാനുള്ള സാധ്യത, M സ്വരാജിന്റെ ഒരു പ്രകടനത്തെ പോലും ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് വ്യക്തമായി കണ്ടു തന്നെയാണ് ഇക്കാര്യം നടത്തിയതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഒരു മന്ത്രിയും പറയാൻ പാടില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ലാത്ത പ്രത്യേക ഘട്ടത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഒരു പക്ഷേ നിലമ്പൂരിലെ അനന്തുവിന്റെ വീട്ടിലേക്ക് മന്ത്രി എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ജനങ്ങൾ ഒരുപക്ഷെ രോഷാകുലരാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷം മാത്രമേ മന്ത്രി ആ വീട്ടിലേക്ക് പോവുകയുള്ളൂ. പക്ഷേ രാഷ്ട്രീയക്കാർ കഴുകന്മാർ അനന്തുവിനെ കൊത്തിവലിക്കുമ്പോൾ നഷ്ടമാകുന്നത് അനന്തുവിന്റെ അച്ഛനും അമ്മയ്ക്കുമാണ്. ഇനി ഒരിക്കൽ പോലും അനന്തുവിനെ പോലെ ഒരു വിദ്യാർത്ഥി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയൊന്നും തന്നെ ഷോക്കടിച്ചും അങ്ങനെ ഇങ്ങനെ വഴിയിൽ പൊലിഞ്ഞു പോകേണ്ടതല്ല ഒരു വിദ്യാർത്ഥിനിയുടെയും ജീവൻ എന്നാണ് വ്യക്തമാകുന്നത്.